ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ്. ഏതാണ്? യെസ്, ടൈപ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ്. എന്താണ് പൊളിറ്റിക്കൽ പാർട്ടീസ്? പല ടൈപ്സ് ഉണ്ട്, നമുക്കറിയാലോ. അതിൽ പ്രധാനപ്പെട്ട ടൈപ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത് പറയുന്നത് വൺ പാർട്ടി സിസ്റ്റം. ഏതാണ്? വൺ പാർട്ടി സിസ്റ്റം. നമുക്കറിയാം എന്താണ് വൺ പാർട്ടി. ചില രാജ്യങ്ങളിൽ ഒരു പാർട്ടിയേ ഉണ്ടാവുള്ളൂ, ആ പാർട്ടി മാത്രം അവിടെ എന്ത് ചെയ്യുള്ളൂ, എപ്പോഴും ഇലക്ഷൻ നടത്തും, അതിൽ ജയിച്ചു വരികയുള്ളൂ. അത്തരത്തിലുള്ള സിസ്റ്റമാണ് വൺ പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഓൺലി വൺ പാർട്ടി ഈസ് അലൗഡ് ടു കൺട്രോൾ ആൻഡ് റൺ ദി ഗവൺമെൻറ്. ഒരു പാർട്ടി എന്ത് ചെയ്യുള്ളൂ, ഗവൺമെൻറ് എപ്പോഴും എന്ത് ചെയ്യുള്ളൂ, കൺട്രോൾ ചെയ്യുള്ളൂ. അത്തരത്തിലുള്ള പാർട്ടി സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് വൺ പാർട്ടി സിസ്റ്റം. ആൻഡ് ഇലക്ഷൻസ് ആർ ഹെൽഡ് വിത്തൗട്ട് കോമ്പറ്റീഷൻ. ഇലക്ഷൻ നടക്കും, ബട്ട് അവിടെ എന്തുണ്ടാവില്ല, കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, എപ്പോഴും ഒരു പാർട്ടിയെ ജയിക്കുള്ളൂ. ദിസ് ഈസ് കോൾഡ് വൺ പാർട്ടി സിസ്റ്റം. ഓക്കെ അല്ലേ? ഒരു പാർട്ടിയെ അവിടെ ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് എ ഡെമോക്രാറ്റിക് ഓപ്ഷൻ. രാജ്യം ഡെമോക്രാറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ മൾട്ടി പാർട്ടി വേണം, അല്ലെങ്കിൽ എന്താ പറയുക, ടു പാർട്ടിയെങ്കിലും വേണം. ഇവിടെ വൺ പാർട്ടിയേ ഉള്ളൂ. സോ അത് എന്ത് പറയാൻ പറ്റില്ല, അത് ഡെമോക്രാറ്റിക് ഓപ്ഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ സാധിക്കില്ല. ഇനി അതിന് എക്സാമ്പിളാണ് ചൈന. നമുക്ക് വൺ പാർട്ടി സിസ്റ്റത്തിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത എക്സാമ്പിളാണ് ഏതാണ്? ചൈനയാണെന്നുള്ള ഓർമ്മയിൽ ഉണ്ടാവണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റല്ലേ? അപ്പോൾ ഇതാണ് വൺ പാർട്ടി സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി പറയുന്നത് ടു പാർട്ടി സിസ്റ്റമാണ്. എന്താണ് ടു പാർട്ടി സിസ്റ്റം? രണ്ടാമത്തെ പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റമാണ് ടു പാർട്ടി സിസ്റ്റം. എന്താണ്? പവർ യൂഷ്വലി ചേഞ്ചസ് ബിറ്റ്വീൻ ടു മെയിൻ പാർട്ടീസ്. ഇവിടെ എന്ത് സംഭവിക്കുന്ന അറിയോ, രണ്ട് പാർട്ടികൾ തമ്മിൽ പവർ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? അതർ പാർട്ടീസ് മേ എക്സിസ്റ്റ്. രണ്ടിലധികം പാർട്ടി ഉണ്ടാവും കേട്ടോ. എന്നാൽ മെയിൻലി രണ്ട് പാർട്ടികൾ ഇങ്ങനെ മാറി മാറി എന്ത് ചെയ്യാണ്, വരുന്നതിനെ പറയുന്ന പേരാണ് ടു പാർട്ടി സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ് ടു പാർട്ടി സിസ്റ്റത്തെ കുറിച്ച് നോക്കൂ. ഓൺലി ടു പാർട്ടീസ് ഹാവ് എ സീരിയസ് ചാൻസ് ടു വിൻ. എത്ര പാർട്ടീസ് ഉണ്ടെങ്കിലും അതിൽ രണ്ട് പാർട്ടികൾ എന്ത് ചെയ്യാൻ ചാൻസ് ഉള്ളൂടാ, എപ്പോഴും ജയിക്കാനുള്ള ചാൻസ് ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? സോ നമ്മൾ പറഞ്ഞു വൺ പാർട്ടി സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത് ടു പാർട്ടി സിസ്റ്റമാണ്. ആൻഡ് ഗവൺമെന്റ് ഈസ് ഫോംഡ് ബൈ വൺ ഓഫ് ദ ടു മേജർ പാർട്ടീസ്. ആ രണ്ട് പാർട്ടികളിൽ ഏതെങ്കിലും ഒരു പാർട്ടി എന്ത് ഫോം ചെയ്യുള്ളൂ, ഗവൺമെന്റ് ഫോം ചെയ്യുള്ളൂ എന്ന കാര്യം കൂടി എന്ത് ചെയ്യണം, ഓർമ്മയിൽ ഉണ്ടാവണം. സോ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് എന്തൊക്കെയാണ് പറയാമെന്നറിയോ? എക്സാമ്പിൾ USA. യെസ്, എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തില്ലേ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, USA എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. എക്സാമ്പിൾ USA ഡെമോക്രാറ്റിക് പാർട്ടി ഉണ്ട്, റിപ്പബ്ലിക് പാർട്ടി ഉണ്ട്. അതാണ് പ്രധാനമായിട്ട് എന്തിന് എക്സാമ്പിളായിട്ട് USA. ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടി ആയിരിക്കും എപ്പോഴും എന്ത് വരിക, അധികാരത്തിൽ വരിക. ഇനി നേരെ നമുക്ക് എവിടേക്ക് വരാം, UK യുണൈറ്റഡ് കിങ്ഡത്തിലോട്ട് വരികയാണെങ്കിലോ അവിടെ രണ്ട് പാർട്ടിയാണുള്ളത്. ഏതൊക്കെയാണ്? നമുക്കല്ല ലേബർ പാർട്ടി ഉണ്ട്, കൺസർവേറ്റീവ് പാർട്ടി ഉണ്ട്. ഇതിൽ ഏതെങ്കിലും രണ്ടിൽ ഒരു പാർട്ടിയാണ് എന്ത് ചെയ്യുക, പവറിൽ വരിക. അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്സ് ഓഫ് പാർട്ടിയെ കുറിച്ച് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. സെറ്റല്ലേ? ഇനി പറയുന്ന അടുത്ത മൾട്ടി പാർട്ടി സിസ്റ്റമാണ്. മൂന്നാമത്തെ പാർട്ടി സിസ്റ്റമാണ് ഏതാ, മൾട്ടി പാർട്ടി സിസ്റ്റം. എന്താണ് മൾട്ടി പാർട്ടി സിസ്റ്റത്തെ കുറിച്ച് പറയുന്നത്? മോർ ദാൻ ടു പാർട്ടീസ് ഹാവ് എ റീസണബിൾ ചാൻസ് ടു കമ്മിങ് ടു പവർ. അതായത് പല പാർട്ടികൾ കണ്ടോ, രണ്ടിലധികം പാർട്ടികൾ എന്തായിട്ട് വരാൻ ചാൻസ് ഉണ്ട്, പവറിൽ വരാൻ ചാൻസ് ഉണ്ട്. ഉദാഹരണമായിട്ട് ഇന്ത്യ തന്നെ പറയാൻ പറ്റും. ഗവൺമെന്റ് ഈസ് ഫോംഡ് ബൈ സെവറൽ പാർട്ടീസ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പാർട്ടി തന്നെ പവറിൽ വരണമെന്നില്ല, പല പാർട്ടികൾ എന്തിൽ വരാൻ ചാൻസ് ഉണ്ട്, പവറിൽ വരാം. ചിലപ്പോൾ ഒരു പാർട്ടി ആയിരിക്കാം, ചിലപ്പോൾ രണ്ട് പാർട്ടി, ചിലപ്പോൾ 4, 5, 10 പാർട്ടികൾ ഒരു കോalition. അതാണ് നോക്കൂ നിങ്ങൾ, പാർട്ടീസ് ജോയിൻ ടുഗദർ ടു ഫോം എ കോalition. ഇത് കോalition എന്ന് പറഞ്ഞാൽ ഒരു അലിയൻസ് ഉണ്ടാക്കും, ഒരു സഖ്യമായിട്ട് മാറും. അങ്ങനെ എന്ത് ഫോം ചെയ്യാൻ, പാർട്ടി ഫോം ചെയ്യാൻ സാധിക്കും. പിന്നെ ഇന്ത്യ ഫോളോസ് എ മൾട്ടി പാർട്ടി സിസ്റ്റം. സാർ ഓൾറെഡി പറഞ്ഞല്ലോ. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയില്ലേ, നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ രണ്ട് അലയൻസുകളാണുള്ളത്. ഒന്ന് ഇന്ത്യ അലയൻസും ആൻഡ് ഇപ്പോൾ കറന്റിലുള്ളത്, അതേപോലെ NDA അല്ലേ, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, BJP ഒക്കെ ഉള്ള അലയൻസ് ആണ് NDA. കോൺഗ്രസ് ഒക്കെ ഉള്ള അലയൻസ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടി ഒരു സഖ്യമാണ്, അലയൻസ് ആണ്, കോalition മൂവ്മെന്റ് ആണ് ഇന്ത്യയിൽ എന്ത് ഫോം ചെയ്തിട്ടുള്ളത്, ഗവൺമെന്റ് ഫോം ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് കേട്ടോ. അലയൻസസ് ആർ ഫോംഡ് ബിഫോർ ഓർ ആഫ്റ്റർ ഇലക്ഷൻ. ഈ അലയൻസ് ടീമായി എപ്പോഴാണ്, ഇലക്ഷന് മുമ്പ് ടീമായിട്ട് മാറാം, ഇലക്ഷന് ശേഷം എന്തായിട്ട് മാറാം, ടീമായിട്ട് മാറാനുള്ള അവസരവും ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ആൻഡ് മൾട്ടി പാർട്ടി സിസ്റ്റം റെപ്രസെന്റ് സോഷ്യൽ ആൻഡ് ജോഗ്രഫിക്കൽ ഡൈവേഴ്സിറ്റി. ഒരു രാജ്യം ഈ മൾട്ടി പാർട്ടി സിസ്റ്റമായിട്ട് എപ്പോഴും ഒരു രാജ്യം മാറുന്നത് എപ്പോഴായിരിക്കുന്നല്ലോ, അത്രത്തോളം ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഏരിയ ആ രാജ്യം ആയിരിക്കണം. ഉദാഹരണം പറയാൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ആ രാജ്യത്ത് പല ലാംഗ്വേജസ് സംസാരിക്കുന്ന ആളുകളായിരിക്കണം, പല റീജിയൻസ് ഉള്ള ആളുകളായിരിക്കും, പല റീജിയൻസും ഒക്കെ പറയാം. ഒരു ഏരിയയിൽ നിന്ന് വരുന്നവരാകുമ്പോഴാണ് ഒരു ഏരിയക്ക് ഓരോ റീജിയനും ഓരോ പാർട്ടി ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് ആ രാജ്യം എന്തായിട്ട് മാറാം, മൾട്ടി പാർട്ടി സിസ്റ്റമായിട്ട് മാറാം. അപ്പോൾ ഇതാണ്
പ്രധാനപ്പെട്ട 3 പാർട്ടി സിസ്റ്റത്തെ കുറിച്ച് പറയാനുള്ളത്. സോ ഇനിയും പല ടോപ്പിക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ ആപ്പിൽ അവൈലബിൾ ആണ്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ 95+ CBSE പവർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SLT 10th കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ എത്ര ഉള്ളൂ, ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 500 സ്റ്റുഡൻസിന് ഓഫറാണ്. 8999 മാത്രമേ വരുന്നുള്ളൂ. സോ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. അതുപോലെ ഇത്തരത്തിൽ നോട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്കും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. സെറ്റല്ലേ? അടുത്ത വീഡിയോയുമായിട്ട് സാർ വരാം. അതുവരെ ബൈ.